नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में कुर्बान भाई के बारे में पढ़ा। कुर्बान भाई के जीवन में होने वाले एक घटना के बारे में कहा और आज कहानी का अंतिम भाग है। पार्टीशन नामक कहानी का अंतिम भाग है। यहाँ कुर्बान भाई के मन में उसके कुर्बान भाई नाम से मियाँ कहने पर कुर्बान भाई के मन में बहुत दुख हुआ, लेकिन वह गोमिया वकील ऊपचंद की हाली था और यहाँ शिकायत करने के लिए पुलिस स्टेशन में ये लोग पहुँचे। वहाँ थानेदार नहीं था। थानेदार എന്ന് പറഞ്ഞാൽ പോലീസ് ഇൻസ്പെക്ടറിനെയാണ് നമ്മൾ थानेदार എന്ന് പറയുന്നത്। कुछ समय के पहले वकील ऊपचंद के फ़ोन आया था। उसके बाद वह मोटरसाइकिल लेकर कहीं निकल गई। वहाँ एक मुंशी था। मुंशी എന്ന് പറഞ്ഞാൽ റൈറ്ററാണ്, എഴുതുന്ന ആൾ, പരാതി എഴുതുന്ന ആൾ। वहाँ में एक मुंशी था। मुंशी ने रिपोर्ट लिखने से साफ इनकार कर दिया। അവിടെ ഉണ്ടായിരുന്ന റൈറ്റർ അതിനെ ഒരു കേസിൻ്റെ റിപ്പോർട്ട് എഴുതാനായിട്ട് സമ്മതിച്ചില്ല. അയാളത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കാരണം പറയുന്നുണ്ട്। थानेदार के पास पहले ही वकील ऊपचंद का टेलीफोन आ चुका था। നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് വക്കീൽ ഊപ്പചന്ദിൻ്റെ ഫോൺ അതിനു മുൻപ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല വക്കീൽ ഊപ്പചന്ദ് സത്താ പാർട്ടിക്ക് ജില്ലാ മന്ത്രി थे। ജില്ലാ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടറിയാണ്. അതായത് സത്താ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി. സത്താ പാർട്ടിക്ക് ജില്ലാ മന്ത്രി थे। ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ വക്കീൽ ഊപ്പചന്ദ്। यहाँ कुर्बान भाई और वकील ऊपचंद दोनों के बीच बहुत अंतर था। कुर्बान भाई कौन थे, हम लोग कौन थे, वकील ऊपचंद के सामने ये लोग कौन थे। ഇപ്പോൾ വക്കീൽ ഊപ്പചന്ദിൻ്റെ മുന്നിൽ ഇവർ ആരും ഒന്നുമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ आधे घंटे तक हुज्जत और देर तक थानेदार की प्रतीक्षा करने के बाद अपना सा मुँह लेकर लौट गई। അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒരു അരമണിക്കൂർ സമയത്തോളം അവർ പോലീസ് ഇൻസ്പെക്ടറിനെ പ്രതീക്ഷിച്ച് അവിടെ കാത്തുന്ന അവസാനം തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. നാണിച്ച് തല താഴ്ത്തി തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. പക്ഷെ വീണ്ടും വൈകുന്നേരം ഇവിടെ എത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. हम लोगों के सिवा उस दुकान में कोई नहीं पहुंचा। സന്ധ്യയായിട്ട് ഞങ്ങളെ കൂടാതെ ആ കടയിൽ ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും हम लोगों के साथ चलने का जरा भी उत्साह कुर्बान भाई ने नहीं दिखाया। അപ്പം ഞങ്ങളുടെ കൂടെ പോരാനുള്ള ഒരു ഉത്സാഹവും നമ്മുടെ കുർബാൻ ഭായി കാണിച്ചില്ല. दुकानदारी ने उन्हें जैसे एकदम व्यस्त कर लिया। കച്ചവടത്തിൻ്റെ തിരക്കിൽ അയാൾ കടയിലെ കച്ചവടത്തിൻ്റെ തിരക്കിൽ അയാളായിപ്പോയി. ജയ്സെ ഹംസെ ബാത്ത് കർണേക്കാ ബി സമയ നഹി. അതായത് വർത്തമാനം പറയാനുള്ള സമയമില്ല എന്നുള്ള മട്ടിൽ അയാളെ കടയിലെ പണിയിൽ മുഴുകാനായിട്ട് തുടങ്ങി. അപ്പം ഇനി നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നതാണ് ലാസ്റ്റ് ഭാഗമാണ്. एक अपराध बोध के तहत हम भी कुर्बान भाई से कटे कटे रखने लगे।
ഒരു അപരാധബോധം കാരണം കെ തഹത്ത് കെ കാരൻ ഹം ബി കുർബാൻ ഭായി സേ ഞങ്ങളും കുർബാൻ ഭായിൽ നിന്ന് കുറച്ച് അകന്നു പോയിരുന്നു. ഹാലാങ്കി ഘടന ഇത്തിനി ബഡി നഹീ തീ ജിസെ തൂൾ ദിയാ ജായേ. ഹാലാങ്കി എന്നിരുന്നാലും ഈ ഘടന ഈ സംഭവം ഇത്തിനി ബഡി നഹീ തീ അത്രയ്ക്ക് വലുതായിരുന്നില്ല. ജിസെ തൂൾ ദിയാ ജായേ. തൂൾ ദിയാ ജായേ എന്ന് പറഞ്ഞാൽ വ്യാപിപ്പിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുത്താൻ മാത്രം അത്രയ്ക്കും വലിയൊരു സംഭവമായിരുന്നില്ല അത്. थानेदार तो क्या कोई भी होता, खुद पुलिस के चक्कर में पड़ने की बजाय जा हो गया. उसे एक जाहिल की मूर्खता मानकर भूल जाने को तैयार हो जाता. ഇനി പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ താനേദാർത്തോ അയാളാണെങ്കിലോ ക്യാ കോയി ബി ഹോത്ത എന്തായാലും ആര് തന്നെയായാലും ഖുദ് പുലീസ് കെ ചക്കർമേ പടനേക്ക് ബജായ് ഇവിടെ പോലീസ് ഓഫീസർമാരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഉള്ളിൽ പെടുന്നതിന് പകരമായിട്ട് ജാ ഹോ ഗയാ. അപ്പോൾ അയാൾ സ്വയം അവിടെ പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മുടെ പോലീസ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഉസേക്ക് ജാഹിൽ കി മൂർഖത മാൻകർ അത് അയാളുടെ എന്താ പറയുക ജാഹിൽ കി മൂർഖത അയാളുടെ പൊട്ടത്തരമായിട്ട്. ജാഹിൽ കി മൂർഖത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പില്ലാത്തവൻ്റെ പൊട്ടത്തരം അല്ലെങ്കിൽ മാന്യതയില്ലാത്ത അതിൻ്റെ ഒരു വിഡിത്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കണക്കാക്കിയിട്ട് ഭൂൽ ജാനേക്കോ തയ്യാർ ഹോ ജാത്ത അത് മറക്കാനായിട്ട് തയ്യാറാവുന്നു. पर हमें लग रहा था हमारे दोस्त पर हमला हुआ और हम कुछ नहीं कर सके. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ ലേഖകൻ്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ അപ്പോൾ ഹമേ ലഗ് രഹാത്ത് ഞങ്ങൾക്ക് തോന്നിയിരുന്നു എന്താണ് ഹമാരെ ദോസ്ത് പർ ഹമല ഹുവ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ നേർക്കാണ് ആക്രമണമുണ്ടായത്. ഹമല ഹുവ ആക്രമണമുണ്ടായത് അവർ ഹം കുച്ച് നഹീ കർ സക്കെ ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ വക്കീൽ ലൂക്ചന്ദിൻ്റെ റിലേറ്റീവായിട്ടുള്ള നമ്മുടെ ഗോമ്യ കുർബാൻ ഭായിയുടെ കോളർ പിടിച്ച് ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് ഇവിടെ ഞങ്ങൾക്ക് കൂട്ടുകാരായ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കിസി കാം നഹി ആ സക്കെ ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിച്ചില്ല. യഹ് ബി ലഗ് രഹാ താ കി ज़्यादा उत्साह दिखाया तो कुर्बान भाई के लिए और मुसीबतें गड़ी हो जाएंगी, हम कुछ नहीं कर पाएंगे. ഇവിടെ പറയണേ യഹ് ബി ലഗ് രഹാത്ത ഇതും കൂടി തോന്നിയിരുന്നു എന്താണ് ജ്യാദ ഉത്സാഹം ദിക്കായത്തോ കൂടുതൽ ഉത്സാഹം കാണിക്കുകയാണെങ്കിൽ കുർബാൻ ഭായിക്ക് ഔർ മുസീബത്തെ കുറച്ചും കൂടിയും ബുദ്ധിമുട്ടുകൾ ഗഡി ഹോ ജായകി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടി ഉത്സാഹം കാണിച്ച് പ്രശ്നമാക്കുകയാണെങ്കിൽ അത് കുർബാൻ ഭായിക്കിനെ ദോഷമായിട്ട് മാറുമെന്ന് പറയണം. ഹം കുച്ച് നഹീ കർ പായെങ്കിൽ അതുകൊണ്ട് ഞങ്ങളൊന്നും തന്നെ ചെയ്തില്ല. യഹ് ബി ലഗ് രഹാ കി जो हुआ उसमें पुलिस हस्तक्षेप और सहायता की उम्मीद बेकार है. इसका मुकाबला राजनैतिक स्तर पर ही किया जा सकता है, जिसके लिए जल्दी से जल्दी अपनी शक्ति बढ़ानी चाहिए. ഇതും കൂടി ഞങ്ങൾക്ക് തോന്നിയിരുന്നത് എന്താണ് തോന്നിയിരുന്നത് ജോ ഹുവ എന്താണ് ഉണ്ടായത് ഉസ്മേ പോലീസ് ഹസ്താക്ഷേപ് അതിലെ പോലീസിൻ്റെ ഇടപെടൽ. ഹസ്താക്ഷേപം എന്ന് പറഞ്ഞാൽ ഇടപെടൽ ഇൻ്റർഫിയർ ചെയ്യുക ഇടപെടുക കൈകടത്തുക. അവർ സഹായതാക്കി ഉമ്മീദ് ബേക്കാർ ഹേ പോലീസുകാരുടെ ഇടപെടലും ആ സഹായിക്കാനുള്ള ആഗ്രഹവും ഉമ്മീദ് ആശ ആഗ്രഹവും ബേക്കാർ ഹേ അത് വെറുതെയാണ്. ഇസ്കാ മുക്കാബല ഇനി അതിനെ നേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്കാ മുക്കാബല രാജനൈതിക് സ്തർ പർ ഹി അത് രാഷ്ട്രീയപരമായിട്ടാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. പർ ഹി കിയാ ജാ സക്താ ഹേ ചെയ്യേണ്ടതായിട്ട് വരും. ജിസ്കെ ലിയെ ജൽദി സെ ജൽദി അപ്പന ശക്തി ബടാനാ ചാഹിയെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയുന്നതാണ്. അതായത് കൂട്ടുകാരന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ്റെ നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതായത് കുർബാൻ ഭായിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ ദോഷമായിട്ട് മാറും. കൂടുതൽ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ അത് മാത്രമല്ല അവിടെ എന്താണോ സംഭവിച്ചത് അതിൽ പോലീസിൻ്റെ കൈകടത്തലുണ്ടായി. അതുമാത്രമല്ല സഹായിക്കണം എന്നുള്ള ആഗ്രഹം തന്നെ അവിടെ
ബേക്കാർക്ക്, അത് യൂസ്ലെസ് ആണ്, വെറുതെയാണ്, ഉപകാരമില്ലാത്തതാണ്. ഇസ്ക മുക്കാബല, ഇനിയിപ്പോൾ അതിനെ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ നേരിടുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടാണ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ജൽദി ജൽദി അപ്പനി ശക്തി ബടാനി ചാഹിയെ, നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കണം. 5 से 50 हो जाना चाहिए, 5 എന്നുള്ളത് 50 മാറണം. അപ്പോൾ അത്രയും ആൾബലം, ശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അയാളുടെ അടുത്ത് നേരിടാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട്, കാരണം വക്കീൽ ലൂക്ചന്ദ് ജില്ലാ പാർട്ടിയുടെ സെക്രട്ടറിയാണ്, ജില്ലാ പാർട്ടിയല്ല, നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുടെ, സത്താ പാർട്ടിക്ക് ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ട് നീങ്ങണമെങ്കിൽ അതിനുള്ള ശക്തി ഉണ്ടാക്കണം. ശക്തി ഉണ്ടാക്കാൻ തന്നെ 5 ആളിപ്പം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ച് 50 ആക്കിയിട്ട് മാറ്റേണ്ടതായിട്ട് വരും. ലേക്കിൻ യേ സബ് ബഹാനെ ബാജി ഥീ, പക്ഷെ അതെല്ലാം അഭിനയമായിരുന്നു. ബഹാനെ ബാജി, അതെല്ലാം നാട്യമായിരുന്നു, അഭിനയമായിരുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയമായിരുന്നു. സച്ച് തോ യേ ഹേ കി ഹംനെ ഖുർബാൻ ഭായി കോ ഏക്ദം അകേലാ ചോड़ दिया था. സത്യം എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഖുർബാൻ ഭായിയെ ഞങ്ങളെല്ലാവരും കൂടി ഒറ്റയ്ക്ക് ആക്കി എന്നുള്ളതാണ് സത്യം. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ, അല്ല അവരുടെ മുന്നിൽ ഒരു അഭിനയമാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഖുർബാൻ ഭായി കോ ഏക്ദം അകേലാ ചോड़ दिया था, ഖുർബാൻ ഭായി അവിടെ ശരിക്കും ഒറ്റയ്ക്കാക്കാണ് ചെയ്തത്, ഒറ്റപ്പെടുത്തി. ഷായദ് ഹം ഉൻകി തക്ലീഫ് കോ ഷെയർ കർ ഹീ നഹീ സക്തേ थे, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ, തക്ലീഫ്, ബുദ്ധിമുട്ടുകളെ ഷെയർ കർ ഹീ നഹീ സക്തേ थे, ഒരിക്കലും ഷെയർ ചെയ്തിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഷെയർ കർ ഹീ നഹീ സക്തേ थे, അദ്ദേഹം അതിന് അത് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പർ ഹമേ കോശിഷ് ജരൂർ കർണി ചാഹിയേ തി, പക്ഷേ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമം തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തണമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ എന്താണെന്നുള്ളത്, കഷ്ടപ്പാടുകൾ ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിച്ചിരുന്നില്ല, ഞങ്ങളത് അറിയാനായിട്ട് ശ്രമിക്കേണ്ടതായിരുന്നു. ഖുർബാൻ ഭായി കി ദുക്കാൻ പർ കയി ദിൻ പഹലെ കാസ രംഗദ്ദാർ ജമാവട നഹി ഹുവ. ഇപ്പോൾ ഖുർബാൻ ഭായിയുടെ കടയിൽ മുൻപ് ഉണ്ടായിരുന്നത് പോലെ കയ്യീദിൻ പഹലേക്ക് തര, അതായത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ രംഗദ്ദാർ, അതായത് അവിടെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് വന്നിരുന്നു, ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ ആളുകൾ അവിടെ സന്ധ്യാസമയത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ അതുപോലെയുള്ള രംഗദ്ദാർ, ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ജമാവട, കൂട്ടം, തിരക്ക് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആളുകൾ സന്ധ്യാസമയത്ത് വരുന്നു, അവരും കടയിലെ സാധനങ്ങൾ, ഉള്ളി തോല് കളയാനും തൂക്കിയിട്ട് കൊടുക്കാനും അതെല്ലാം അവർ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന പോലെയുള്ള ആ കൂട്ടം കൂടലില്ല എന്നാണ് പറയുന്നത്. വഹ ബുझे ബുझे से रखते थे, बहुत कम बोलते थे और हमें देखते ही दुकानदारी में व्यस्त हो जाते थे. അപ്പോൾ അയാൾ ശരിക്കും പറയണേ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അയാൾ ഉരുകി തിരികെയായിരുന്നു. ബഹുത്ത് കം പോലത്തെ, വളരെ കുറച്ചാണ് സംസാരിച്ചിരുന്നത്. और हमें देखते ही दुकानदारी में व्यस्त हो जाते थे. ഇപ്പം ഞങ്ങളെ കണ്ടു കഴിഞ്ഞാലോ കടയിൽ നല്ല തിരക്കുള്ള പോലെ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ തിരക്ക് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് പോലും ഇല്ല എന്ന് പറയാം, അത്രയും കുറച്ചാണ് സംസാരിക്കുന്നുള്ളൂ. അയാളുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ഞങ്ങൾ നോക്കുമ്പോഴോ അയാൾ ചെയ്യുന്നത് എന്താണ്? ദുക്കാൻദാരി മേ വ്യസ്ത് ഹോ ജാത്തേ थे, കടയിലെ കച്ചവടത്തിൽ തിരക്ക് പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണുക. വഹ ഘുഡ് രഹേ थे और घुल रहे थे पर खुल नहीं रहे थे, हम उन्हें नहीं खोल पाए. ഗുഡ് രഹേത്തെ, അദ്ദേഹത്തിന് ശ്വാസം മുട്ടലായിരുന്നു. ഗുഡ് രഹേ, ശ്വാസം മുട്ടലേ, വീർപ്പുമുട്ടലേ. ഘുൽ രഹേത്തെ, അതുമാത്രമല്ല ആകെ ഉള്ളിലാകെ ഉരുകി നിൽക്കുന്ന അവസ്ഥ, ഉരുകി കഴിയുക, അങ്ങനെയൊരു അവസ്ഥയായിരുന്നു. പർ ഖുൽ നഹി രഹേത്തെ, പക്ഷേ ആരുടെ അടുത്തും തുറന്നു പറഞ്ഞില്ല. ഖുൽ നഹി രഹേത്തെ, ഓപ്പൺ ആക്കിയില്ല. ഹം ഉനേ നഹി ഖോൽ പായ്, ഞങ്ങൾക്കാണെങ്കിൽ അദ്ദേഹത്തിനെ മനസ്സ് തുറന്ന് കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിമിഷ്ടം, ശ്വാസം മുട്ടൽ, അയാളാകെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്, തുറന്ന് ആരുടെ അടുത്തും പറയുന്നുമില്ല. एक दिन जब मैं पहुंचा, मेरी तरफ उनकी पीठ थी. किसी से कह रहे थे आप क्या गा खिस्टी पढ़ाते हैं. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എത്തുന്ന സമയത്ത് മേ പഹുഞ്ച, ഒരു ദിവസം ഞാൻ അവിടെ എത്തണം.
ആ സമയത്ത് മേരി തരഫ് ഉൻകി പീട്ടി, എൻ്റെ ഭാഗത്തേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ പുറമുണ്ടായിരുന്നത്, പുറം തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് കിസിസെ കഹ്രയത്തെ, ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്ന കാര്യം ഇതാണ്, എന്താണ്, അബ് ക്യാ ഖാക്ക് ഹിസ്റ്ററി പടാത്ത ഹേ, നിങ്ങളെന്തിനാണ് ഖാക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ, വെറും ഹിസ്റ്ററി പടാത്ത ഹേ, ചരിത്രം പഠിപ്പിക്കുന്നത് എന്തിനാണ്. കഹ് രഹേ ഹേ പാർട്ടീഷൻ ഹുവാത്ത, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, പാർട്ടീഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പാർട്ടീഷൻ ഉണ്ടായിരുന്നു, അതാണ് ഹിസ്റ്ററിയിൽ പഠിപ്പിക്കുന്നത്. ഹുവാത്ത നഹി ഹോ രഹാ ഹേ ജാരി ഹേ, ഹുവാത ഉണ്ടായിരുന്നോ ഇല്ലയോ, പാർട്ടീഷൻ നടന്നോ ഇല്ലയോ, ഹോ രഹാ ഹേ നടന്നുകൊണ്ടിരിക്കുകയാണ്, ജാരി ഹേ കണ്ടിന്യൂ ചെയ്യണം, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മുझे देखते ही चुप होकर काम में लग गए, എന്നെ കണ്ടതും അയാൾ ജോലിയിൽ വീണ്ടും മുഴുകാനായിട്ട് തുടങ്ങി. ചുപ് ഹോക്കർ, മിണ്ടാതെ ജോലിയിൽ മുഴുകാനായിട്ട് തുടങ്ങി. ഇസ് കഹാനി കാ അന്ത് അച്ഛാ നഹി ഹേ, ഈ കഥയുടെ അവസാനം എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. മേ ചാഹത്താ ഹൂം കി ആപ് ഉസേ നഹി പഠേ, ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. और पढ़ें भी तो ये ज़रूर सोचें कि क्या इसका कोई और अंत हो सकता था. നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അവർ പഠേം ബി തോ വായിക്കുകയാണെങ്കിൽ, യേ ജറൂർ സോച്ചേ, ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കണം, എന്താണ്, ക്യാ ഇസ്കാ കോയി ഓർ അന്ത് ഹോ സക്താ താ, ഇതിന് വേറെ എന്തെങ്കിലും അവസാനം ഉണ്ടാകുമായിരുന്നോ. അച്ഛ അന്ത്, നല്ലൊരു അവസാനം, കഥയ്ക്ക് നല്ലൊരു അവസാനം ഉണ്ടാകുമായിരുന്നു. അഗർ ഹാം തോ കൈസേ, ഇനി അങ്ങനെ നല്ലൊരു അവസാനം ഈ കഥയ്ക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണമെന്ന് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സ്വയം പ്രകാശാണ് നമ്മുടെ ലേഖകൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് ഈ കഥയുടെ അവസാനം നല്ലതാണോ അല്ലയോ, നിങ്ങളെല്ലാവരും ഇത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ് വായിക്കേണ്ടത്, പാർട്ടീഷൻ എന്ന് പറയുന്ന ഈ കഥ വായിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഇതിന് വേറൊരു അവസാനം ഇതിന് ഉണ്ടാകുമായിരുന്നോ, നല്ലൊരു അവസാനം, ഇനി അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് എങ്ങനെയായിരിക്കും. ബാത് ബസ് ഏക് ബച്ചി ഹേ കി കई दिनों बाद जब एक दोपहर में आज़ाद चौक से गुज़र रहा था, जिसका नाम अब संजय चौक कर दिया गया है, और शुक्रवार का दिन था. ഇവിടെ പറയാണ്, നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടു ആ കവലയെ, ആ പട്ടണത്തിൻ്റെ പേര് ആസാദ് ചൗക്ക് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ യഹ് ബച്ചി ഹേക്കി കൈ ദിനോബാദ്, അത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉച്ച സമയത്ത് ഞാൻ ആസാദ് ചൗക്കിൽ കൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലേഖകൻ ആരാണ്, സ്വയം പ്രകാശ്, ഇങ്ങനെ ആസാദ് ചൗക്കിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പണ്ടത് ആസാദ് ചൗക്കായിരുന്നു, ഇപ്പോൾ അത് ജിസ്കാ നാം അബ് സഞ്ജയ് ചൗക്ക് കർ ദിയാ ഹേ, ഇപ്പോൾ ആ പട്ടണത്തിൻ്റെ പേരിപ്പോൾ, അല്ലെങ്കിൽ ആ നാൽക്കവലയുടെ പേര് ആസാദ് ചൗക്ക് എന്നുള്ള മാറിയിട്ട് സഞ്ജയ് ചൗക്കായിട്ട് മാറിയിരിക്കുകയാണ്. അവർ ശുക്രവാർ കാ ഹി ദിൻ താ, ശുക്രവാർ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ചയുടെ പ്രത്യേകത പള്ളിയിലേക്ക് പോകുന്ന ദിവസമാണ്. അവർ ശുക്രവാർ കാ ഹി ദിൻ താ, അതായത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. मैंने देखा कि कुर्बान भाई की दुकान के सामने ലത്തീഫ് ഭായി ഗഡേ ഹെ. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, നമ്മുടെ കുർബാൻ ഭായിയുടെ കൂട്ടുകാരന്മാർ. അതിൽ ലത്തീഫ് ഭായി, ലത്തീഫ് സാഹിബ്, അതുപോലെ തന്നെ ഹാജി സാഹിബ്, ഇമാം സാഹിബ്, ഇതൊക്കെ നമ്മുടെ കുർബാൻ ഭായിയുടെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത്, അതായത് അതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ലേഖൻ കാണാണ്, കുർബാൻ ഭായിക്ക് ദൂക്കാൻ കെ സാമേ, കുർബാൻ ഭായിയുടെ കടയിൽ മുന്നിലായിട്ട് ലത്തീഫ് ഭായി ഗഡേ ഹെ, ലത്തീഫ് ഭായി നിൽക്കുന്നുണ്ട്, ലത്തീഫ് സാഹിബ് അല്ലെങ്കിൽ ലത്തീഫ് ഭായി അവിടെ നിൽക്കുന്നുണ്ട്. ആ കുർബാൻ ഭായി ദുക്കാൻ മേ താല ലഗാ രഹേ ഹെ, കുർബാൻ ഭായി ആണെങ്കിലോ കട പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, ലോക്ക് ചെയ്യണം. और उन्होंने टोपी पहन रखी है, കുർബാൻ ഭായി തൊപ്പി വെച്ചിട്ടുണ്ട് തലയിൽ. और फिर दोनों मस्जिद की तरफ चल दिए हैं, അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വെള്ളിയാഴ്ചയാണ് മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ കഥയുടെ അവസാനം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട്, കുർബാൻ ഭായിയും കൂട്ടുകാരനായിട്ടുള്ള ലത്തീഫ് സാഹിബ് രണ്ടുപേരും കൂടി കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, പണ്ടത്തെ പോലെ പഹലേക്ക് ദിനമേ,
कई लोग वहाँ आए थे, लेकिन आज बाई की दुकान में कोई जमघट नहीं हुआ था और बाई सभी समय दुकानदारी में लग गए। पहले की तरह कोई लेबर संघ के आदमी आए तो उस ओर ध्यान नहीं देता है, दुकानदारी में ध्यान देता है। एक दिन शाम को लेकर दुकान में आया था, तब बाई एक व्यक्ति से बातें कर रहा था। उन्होंने कहा था, आप क्या हिस्ट्री पढ़ाते हैं? पार्टीशन हुआ था? हुआ नहीं, हो रही है, जारी है। बाद में वहाँ आज़ाद चौक से एक दिन गुजर रहा था, एक दोपहर के समय में। उस समय उन्होंने देखा आज़ाद चौक का नाम संजय चौक हो गया है। और लोगों ने देखा, उस दिन शुक्रवार का दिन था। दोपहर के समय लोग अपनी दुकान बंद करके टोपी पहनकर उनका दोस्त लतीफ़ भाई के साथ मस्जिद में चला जाता है। यहाँ जितना भी शरीफ हो, अपने का निर्णय ईश्वर के द्वारा निर्णित है। നമ്മൾ എത്രയോ മാന്യനാണ്, നല്ല വ്യക്തിയാണെന്നുള്ള കാര്യം ഇവിടെ തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. അപ്പം നമ്മുടെ ഖുർബാൻ ഭായിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്കതിൽ ഖുർബാൻ ഭായിയുടെ കഥയുടെ സമ്മറി കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ എന്ന് പറയുന്ന ഈ കഥയുടെ സമ്മറിയുടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. पेज नंबर 46. पार्टीशन कहानी में स्वयं प्रकाश ने एक ऐसे शख्स कुर्बान भाई का चरित्र शब्दों के माध्यम से उकेरा है. പാർട്ടീഷൻ എന്ന് പറയുന്ന കഥയിലെ സ്വയം പ്രകാശ് ഇങ്ങനെയുള്ളൊരു വ്യക്തി, അതായത് കുർബാൻ ഭായിയുടെ സ്വഭാവത്തെ ശബ്ദത്തിൻ്റെ വാക്കുകളുടെ മാധ്യമത്താലാണ് അവിടെ ചിത്രീകരിക്കുന്നത്. जो अजमेर का रहने वाला है, जहाँ उसके पिता का लंबा चौड़ा कारोबार था. ഇവരാണ് അദ്ദേഹം അജ്മീറിലെ താമസക്കാരനാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വലിയ വ്യവസായമുണ്ടായിരുന്നു. लेकिन पार्टीशन के समय सब कुछ लूटने की तमाम मुसीबतों को झेलता है. എന്നാൽ ഈ പാർട്ടീഷൻ്റെ സമയത്ത്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന സമയത്ത് നമുക്ക് സബ് കുച്ച് ലൂട്ടിനെ എല്ലാം അവിടെ കൊള്ളയടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടതായിട്ട്, മുസീബത്തും കോ ഝേൽത്താഹി, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായിട്ട് വരികയാണ്. പിതാക്കി സദമേ സെ മൃത്യു के पश्चात अधूरी तालीम के साथ साथ ही वह अपने बचे हुए रिश्तेदारों को लेकर जगह जगह नौकरी की तलाश में घूमता है. അങ്ങനെ അച്ഛൻ മരിച്ച ദുഃഖത്തിൽ, അതുമാത്രമല്ല അതിനുശേഷം പഠിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷേ പഠനം കംപ്ലീറ്റ് ആക്കാതെ, അധൂരി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആക്കാതെ, താലിം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം പൂർത്തിയാകാതെ അദ്ദേഹം മടങ്ങി വരികയാണ്. അങ്ങനെ ബന്ധുക്കളേനൊക്കെ കൂട്ടിയിട്ട് പല സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. और पुदिए नए नए काम सीख कर उनका और अपना पालन पोषण करता है. और फिर एक बुजुर्ग नमाजी मुसलमान से 50 रुपये उधार लेकर किराने की दुकान शुरुआत करता है. അങ്ങനെ പുതിയ ജോലികൾ, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ പണികളൊക്കെ പഠിച്ചു. എന്നിട്ട് സ്വയം അവിടെ ജീവിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവസാനം സ്വന്തമായിട്ടൊരു കട എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഒരു പ്രായം ചെന്ന നല്ലൊരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് 50 രൂപ കടം വാങ്ങിച്ചിട്ട് വാടകയ്ക്കൊരു കട അദ്ദേഹം തുടങ്ങുകയാണ്. സ്വന്തമായിട്ടല്ല, വാടകയ്ക്ക് എടുത്തൊരു കടയാണ് നടത്തുന്നത്. कुर्बान भाई ईमानदार होने के साथ साथ शेर और शायरी भी करता है. और समय बीतने के साथ साथ वह पत्र पत्रिकाओं को मंगा कर पढ़ने में रुचि लेना लगता है. അപ്പോൾ നമ്മൾ കുർബാൻ ഭായിയുടെ കാര്യം പറഞ്ഞു. കടയിൽ തിരക്കില്ലാത്ത സമയത്തൊക്കെ അയാൾ മുട്ടുമ്മ ഇരുന്നിട്ടവിടെ ഒരേ കഷ്ണം കടലാസുകളിൽ കവിതകൾ എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, കുർബാൻ ഭായി ഈമാൻദാറാണ്, സത്യസന്ധനാണ്. അതിനോടൊപ്പം തന്നെ
ഷായറി ബി കർത്താ ഹെ, അതായത് കവിതകൾ എഴുതുമായിരുന്നു. സമയം ബീത്തനയ്ക്ക് സാത്ത് സാത്ത്, ഞാൻ സമയം ചെലവഴിക്കുന്നതിനോടൊപ്പം തന്നെ പത്രപത്രികാവും മങ്കാക്കർ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂസ് പേപ്പർ, മാഗസിൻ, ന്യൂസ് പേപ്പർ വാങ്ങിച്ചിരുന്നു. അതുപോലെ തന്നെ മാഗസിനൊക്കെ വരുത്തിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടാണ് അത് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം വരുത്തിയിട്ട് വായിക്കാനായിട്ടുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. स्वयं प्रकाश ने इस कहानी में देश के बंटवारे के बाद समाज में फैले वैमनस्य को बहुत ही खूबसूरती से प्रस्तुत किया है. സ്വയം പ്രകാശ് കഥയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനം, ബണ്ട്വാര എന്ന് പറഞ്ഞാൽ വിഭജനം, അതിനുശേഷം രാജ്യം വിഭജിച്ചതിന് ശേഷം നമ്മുടെ സൊസൈറ്റിയിൽ വ്യാപിച്ച ആ വൈമനസ്യത്തെ, നീരസത്തെ വളരെ മനോഹരമായിട്ട് തന്നെ ബഹുത്ത് ഖൂബ്സൂരത്തി വളരെ മനോഹരമായിട്ട് പ്രസ്തുതിക്കുകയായി അവതരിപ്പിച്ചിരിക്കുകയാണ്. इस कहानी में कुर्बान भाई जिनकी शराफत और ईमानदारी के चर्चे पूरे कस्बे में फैल जाते हैं और उसकी दुकान पर समाज के एक अच्छे पढ़े लिखे तबके की महफिल जमने लगती है. ഈ കഥയിലെ കുർബാൻ ഭായി एक ഷരാഫത്ത് ഹെ, നല്ലൊരു മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈമാൻദാരി, സത്യസന്ധനാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ച പട്ടണം മുഴുവൻ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കഥകൾ, അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധനാണ്, മാന്യനാണ്, കൃത്യമായ തൂക്കം കൊടുക്കുന്ന ആളാണ്, ആരെയും പറ്റിക്കില്ല എന്നുള്ള പല കാര്യങ്ങളും ആ പട്ടണത്തിൽ ചർച്ച ചെയ്യുവാണ്. അതുമാത്രമല്ല, അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നല്ല ഫേമസ് ആയിട്ടുള്ള ആളുകൾ, എഴുത്തും വായനയും വിദ്യാഭ്യാസമുള്ള ആളുകൾ, എനിക്ക് തബ്കേക്ക് മഹഫിൽ, തബ്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ, ജനങ്ങളുടെ, തബ്കേക്ക് മഹഫിൽ, അവരുടെ ഒരു സഭ അല്ലെങ്കിൽ അവരുടെ അസംബ്ലി, ജമനെ ലിഖ്തി ഹെ. അപ്പോൾ എന്നും സന്ധ്യാസമയത്ത് ഇങ്ങനെ ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും, പത്രപ്രവർത്തകരുണ്ട്, കവികളുണ്ട്, ലേഖകന്മാർ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ, അങ്ങനെയുള്ള ആ ഒരു ആളുകളുടെ ഒരു സഭ അവിടെ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടാൻ തുടങ്ങിയതായിരുന്നു. लेकिन एक दिन ऐसी घटना घटती है कि कुर्बान भाई को ये अफसोस होता है कि क्यों नहीं ये पार्टीशन के वक्त देश छोड़कर चले गए. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു സംഭവം നടക്കുന്നു. നമ്മൾ സംഭവം പറഞ്ഞു. വക്കീൽ ഉപ്ചന്ദിൻ്റെ റിലേറ്റീവുമായിട്ടുള്ള, അതായത് കടയുടെ മുന്നിൽ തടസ്സമായി നിന്ന ആ കാളവണ്ടിയെ ഒന്ന് തള്ളി നീക്കാൻ ശ്രമിച്ചതാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അതുവരെ വളരെ നല്ല മാന്യനായിട്ടുള്ള വ്യക്തിയായിരുന്ന ഇയാളെ വൃത്തികെട്ടവനെന്നാണ് അവിടെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. കുർബാൻ ഭായിക്കോ യേ അഫ്സോസ് ഹോത്താ ഹേ, അത് നമ്മുടെ കുർബാൻ ഭായിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, ക്യോം നഹി വഹ് പാർട്ടീഷൻ കെ വക്ത് ദേശ് ചോഡ്കർ ചലേ ഗയേ, എന്തുകൊണ്ട് പോയില്ല? പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് കുറേ ആളുകൾ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയി. മുസൽമാനായിട്ടുള്ള കുറേ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി. ആ സമയത്ത്, ഈ പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് രാജ്യം ഉപേക്ഷിച്ച് എന്തുകൊണ്ട് പോയില്ല എന്നുള്ള കാര്യത്തിൽ നമ്മുടെ കുർബാൻ ഭായിക്ക് അവിടെ ദുഃഖം തോന്നാണ്. ഈ ഒരു സംഭവം കാരണം. നമ്മുടെ സ്വയം പ്രകാശ് എഴുതിയ ഒരു നല്ലൊരു കഥയാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. അതിലെ കുർബാൻ ഭായിയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.